യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഒരു ഫുൾ സിറ്റി ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ദി ലാൻഡൽ സിറ്റി എന്നറിയപ്പെടുന്ന ഹൊയാനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. 15-ാം നൂറ്റാണ്ട് തൊട്ട് 19-ാം നൂറ്റാണ്ട് വരെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പോർട്ടായിരുന്നു. തുബോങ് നദിയുടെ കരയിലാണ് ഈ ഒരു സിറ്റി ഉള്ളത്. ഇവിടുത്തെ ബിൽഡിങ്ങുകളിൽ നമുക്ക് ചൈനക്കാരുടെയും ജപ്പാൻകാരുടെയും യൂറോപ്യൻകാരുടെയും ഒക്കെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ കാണാൻ പറ്റും. വൈകുന്നേരങ്ങളിൽ ഈ ഒരു സിറ്റി വേറൊരു ലോകം തന്നെയായി മാറും. വൈകുന്നേരങ്ങളിലെ വൈബ് അതൊരു വേറെ ലെവല് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഹൊയാനിലെ കാഴ്ചകൾ കാണാം. വെൽക്കം ബാക്ക് ടു ട്രിപ്പ് ആൻഡ് ടെക് സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ മാർബിൾ മൗണ്ടൻസ് ഒക്കെ കണ്ടിട്ട് ഹൊയാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 22 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഹോട്ടലിൽ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് സ്പോട്ട് ആണെന്നുണ്ടെങ്കിലും താമസിക്കാനുള്ള ഹോട്ടൽസൊക്കെ കുറവാണ്. മിക്ക ആൾക്കാരും ദനാങ്ങിലൊക്കെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വന്നു പോയിരിക്കും മിക്കപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ലേറ്റായി. കുറച്ചുകൂടി നേരത്തെ വന്നു കഴിഞ്ഞാൽ ഒരു 4-5 മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെയൊക്കെ കറങ്ങി കാണാൻ പറ്റും. ഈ സിറ്റി കാണാൻ ഭംഗി വൈകുന്നേരമാണ് കേട്ടോ, പ്രത്യേകിച്ച് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ വൈകുന്നേരം ഇവിടുത്തെ നദിയിൽ ഒരു ബോട്ട് റൈഡ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യം. അതൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മളെ ബസ്സിൽ കൊണ്ടുവന്ന് ഇവിടെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഈവനിങ് ആകുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ബസ്സും കാറൊന്നും അലൗഡ് ചെയ്തില്ല. അപ്പോൾ കാൽനട യാത്രക്കാർക്ക് സേഫ്റ്റി നോക്കിയിട്ട് ഗവൺമെൻറ് ബാൻ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ വിയറ്റ്നാമിൽ ഇതുപോലെ തന്നെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് കാൽനട യാത്രക്കാർക്ക് സേഫ്റ്റി നോക്കിയിട്ടാണ് അവരിത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൈക്ക് യൂസ് ചെയ്യാം, അതിൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കണം. കാരണം അവരുടെ സമയം വെച്ചിട്ട് ഡിന്നർ കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ അവർ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ കണക്ക് ഒരുപാട് ഷോപ്സുകളുണ്ട്. അപ്പോൾ ആൾക്കാർ ഇവിടെ മെയിനായിട്ട് വരുന്നത് ഇവിടുത്തെ ബിൽഡിംഗ് കാണാനും വിൻഡോ ഷോപ്പിംഗ് ചെയ്യാനും പിന്നെ ആ ഒരു ബോട്ട് റൈഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇതിപ്പോൾ സ്ട്രീറ്റിൻ്റെ ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നമുക്ക് ഉള്ളിലേക്ക് പോകണം. ഇവിടെ ഈ സ്റ്റിച്ച് ചെയ്ത തുണിയൊക്കെ ഭയങ്കര ചീപ്പാണെന്നാണ് പറഞ്ഞത്. എന്നാലും ചില സമയത്തൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡിന്നർ അവർ അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്ക് വേണ്ടിയാണ് ഈ ടേബിൾസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളെ ഗ്രൂപ്പ് ടൂറിന് വന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ അവർ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ എല്ലാവരും കൂടി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല അതിൻ്റെ. അപ്പോൾ നമ്മുടെ ഡിന്നറെല്ലാം ഫിനിഷ് ചെയ്തിട്ട് പുറത്തേക്ക് വന്ന് ഇപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ സംഭവമായിട്ടുള്ള ബോട്ട് റൈഡിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ തുബോങ് നദി എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു നദീൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഈ ബോട്ട് കയറി അപ്പുറത്തേക്കാണ് പോകുന്നത്. പുറത്ത് കിടക്കുന്നത് ഒരു സ്പീഡ് ബോട്ടാണ് കേട്ടോ. പക്ഷേ ഇതിനേക്കാണ്ടി കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ട്. അതൊരു ഓപ്പൺ ബോട്ടാണ്, കാണാൻ ഒരു ഡിഫറെൻറ്റ് ലുക്കുണ്ട് അതിന്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കിടക്കുന്ന ലൈറ്റുകളൊക്കെയാണ് ലാൻഡൽസ് എന്ന് പറയുന്നത്. ഒരു ഡിഫറെൻറ്റ് ഷേപ്പാണ് കേട്ടോ ആ ഒരു ലൈറ്റിനൊക്കെ. അപ്പോൾ നമ്മളെ ബോട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബോട്ടിൽ റൈഡ് മാത്രമല്ല വേറൊരു പരിപാടിയും കൂടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ നദിയിൽ ഒരു ക്യാൻഡിൽസ് ഒഴുക്കി വിടും. അപ്പോൾ അത് ഇവരുടെ ഒരു കസ്റ്റമാണ്. അപ്പോൾ ഒരു പേപ്പർ കപ്പിനകത്താണ് ആ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് അവർ ഇതിനകത്ത് ഒഴുക്കി വിടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ പാറുകുട്ടിക്കും ഉണ്ട്. അപ്പോൾ എല്ലാ ബോട്ടിലും ഈ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഇതുവഴി പോകുന്ന മിക്ക ബോട്ടുകളിലും ഈ ഇതൊരു ഐറ്റമാണ്.
Baru itu enggak? Oke. വേണ്ട. അപ്പോൾ അതൊക്കെ നമ്മൾ ലാൻഡൽസൊക്കെ ഒഴുക്കി വിട്ടതിന് ശേഷം മുന്നിങ്ങയുടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെയാണ് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മളെ അവിടെ ഡ്രോപ്പ് ചെയ്യും. പിന്നെ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വരുന്നത് ആ ഒരു സൈഡിൽ തന്നെയാണ്. എവിടെ ഒരു സൈഡിൽ ബസ് വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറാണ് അവർ തന്നേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഷോറിൻ്റെ അടുത്തെത്തി. ഇവിടെ ഒരുപാട് ബോട്ടുകൾ കിടപ്പുണ്ട് കേട്ടോ. എല്ലാം നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇട്ടേക്കാണ്. പമ്പരങ്ങളും ലൈറ്റ്സും ഒക്കെ കാണാൻ നല്ലൊരു ഡിഫറെൻറ്റ് ലുക്കുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എല്ലാം കൂടെ കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ നിരത്തി ഇട്ടേക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വന്ന ഉടനെ ഓരോരുത്തരും ഒന്ന് ചോദിക്കാൻ തുടങ്ങി ബോട്ടിൽ കയറുന്നുണ്ടോ എന്ന്. എന്തായാലും നമ്മളതെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ സ്ട്രീറ്റിൻ്റെ ഓരോ കാഴ്ചകൾ കാണാം. എങ്ങോട്ട് പോകണമെന്ന് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പം എങ്ങോട്ടെങ്കിലുമൊക്കെ നടന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ആ കാണുന്നത് ഒരു ഫ്ലീ മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ ലേഡീസിൻ്റെ ബാഗ് അവർ മുള വെച്ചുള്ള ഐറ്റംസ് വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല കാശ ആവുന്ന സാധനമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആകുമ്പോഴത്തേക്കും അത് ചീപ്പ് റേറ്റിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വാങ്ങാനുള്ള കട തപ്പിയാണ് നമ്മളിപ്പോൾ ആദ്യം പോകുന്നത്. ഇവിടുത്തെ മിക്ക ബിൽഡിങ്സും പഴക്കമുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ മിക്കതും നല്ല ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടുകളാണ്. അപ്പോൾ അത്രയ്ക്ക് നല്ല സെറ്റപ്പാണ് ഇവിടെ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ കടയിലെ സൈഡിലും മുകളിലൊക്കെ ആയിട്ട് അവർ ലാമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കിത് ഇവിടുന്ന് മേടിച്ചിട്ട് നമുക്ക് പോകാനും പറ്റും. ദനാങ്ങിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ ഹോയാൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ സംഭവമാണ് ഈ ലാമ്പുകൾ അഥവാ ലാൻഡൽസ് എന്ന് പറയും. ഇപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ വൈകുന്നേരം വരെ കറങ്ങി കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ക്യാഷ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ അത് ഈ കാണുന്ന ജ്വല്ലറി ഷോപ്പിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ കടയിൽ കയറിയിട്ട് നമ്മൾ 2-3 ബാഗ് മേടിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ഒരാൾക്ക് വിശപ്പ് തുടങ്ങി. അപ്പോൾ വരുന്ന വഴിയിൽ ഒരു ഐസ്ക്രീം പാർലർ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു കടയായിരുന്നു. അതുപോലെ നല്ല ഐസ്ക്രീമായിരുന്നു. അപ്പോൾ നമ്മൾ 2-3 ലാൻഡൽസൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. നമുക്കൊരു അബദ്ധം പറ്റി കേട്ടോ. അതായത് നമ്മൾ ഇങ്ങോട്ട് വന്ന് സാധനങ്ങളൊക്കെ വില ചോദിച്ചപ്പോഴത്തേക്കും വില കുറവ് പോലെ. ഇപ്പോൾ ലാൻഡൽസിനൊക്കെയാണ് മെയിനായിട്ട് കുറവുള്ളത്. അതേ കണക്ക് തന്നെ ഈ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം അപ്പുറത്തുള്ളതിനെ കാട്ടി ഒരുപാട് പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. സോ നമ്മുടെ ഒരു അസംഷൻ എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തോട്ടുള്ള കടകൾക്ക് റേറ്റ് കുറവായിരിക്കും, ഇവിടെയുള്ള കടകൾക്ക് റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ അത് നേരെ തിരിച്ചായിരുന്നു. ഇത് ഒരു സൈക്കിൾ പോലത്തെ ഒരു വണ്ടിയാണ് കേട്ടോ. അതായത് ഇപ്പം ഇതിനകത്ത് കാറും ബൈക്സൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ട്രീറ്റ്സ് എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ ഇതേ കണക്കുള്ളൊരു സാധനത്തിൽ ഹയർ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇവർ അകത്തൊക്കെ കൊണ്ടുപോയി കാണിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഹയർ ചെയ്യുന്നതിന് മുമ്പേ റേറ്റൊക്കെ പറഞ്ഞു ഒപ്പിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും പണി കിട്ടും.
ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരുപാട് ലോക്കൽ ഷോപ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കോസ്റ്റ്ലി ആയിരിക്കും, പക്ഷെ നേരെ തിരിച്ചായിരുന്നു. ഇവിടെയും വില കുറവുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വിലവേഷം ചെയ്യാം. ഇവിടുത്തെ ഒരു പ്രത്യേകതയും കൂടെയാണ് കേട്ടോ. കാരണം ഒരുപാട് നല്ല ഡെക്കോർ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഒരുപാട് സെക്ഷൻസ് ആയിട്ടാണ് ഇതെല്ലാം കൊടുത്തേക്കുന്നത്. ആർട്ട് വർക്കുകളും ക്രാഫ്റ്റുകളും ഒക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഫുഡ് സ്റ്റോളുകളും ഉണ്ട്. ഇപ്പോൾ സ്ട്രീറ്റ് ഫുഡാണ്, എന്നാലും നല്ല വൃത്തിയുണ്ട്. പാൻ കേക്കും പഞ്ചായം അതൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ള ഐറ്റംസുകൾ. അപ്പോൾ ഓരോരുത്തരും വിളിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടുത്തെ മാർക്കറ്റാണ്, മെയിൻ മാർക്കറ്റാണ്. അപ്പോൾ മിക്ക കടയിലും അടച്ചു, എന്നാലും കുറച്ച് ഫ്രൂട്ട്സ് കടയൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. അത് കണക്ക് തന്നെ ഫ്രൂട്ട്സ് എല്ലാം അവർ കട്ട് ചെയ്ത് നല്ല പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രൈസും അത്യാവശ്യം റീസണബിൾ ആണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചിപ്പോൾ നടക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവിടുത്തെ ഒരു പ്രോപ്പർ വൈബ് നമ്മൾ അറിയുന്നത് കേട്ടോ. ഈ നദിയുടെ രണ്ട് കരയിലും ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നല്ല പാട്ടുകൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് സ്ട്രീറ്റ്സുകളെല്ലാം ഇട്ടേക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഇവിടെ സൈഡിലിരുന്നിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചില ആൾക്കാർ ഹോട്ടൽസിൻ്റെ വെളിയിലിരുന്ന് ചില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയായിട്ടുള്ളൊരു വൈബാട്ടോ. ഇപ്പോൾ ഇവിടെ ഒരാൾ ഉച്ചയിൽ നടന്ന ഒരു വഴിയായി പാവം. അപ്പോൾ എൻ്റെ തോളിൽ ഇനിയിപ്പോൾ കയറണമെന്ന് പറയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ ചില സമയങ്ങളിലൊക്കെ ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ അപ്പുറത്ത് നിന്ന് പാട്ടൊക്കെ വരുന്നത് കേട്ട് കഴിഞ്ഞാൽ രണ്ടും രണ്ട് ലോകമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അതായത് ഇപ്പുറത്തെ വശത്ത് കുറച്ച് കാമൻകോയായിട്ടാണ്, അപ്പുറത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള ലൗഡ് മ്യൂസിക്കാണ് വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 8 മണി എന്തോ ആയി. ഇപ്പോൾ ഗൈഡ് ചെല്ലാൻ പറഞ്ഞ ടൈമുമായി. പക്ഷെ നമ്മൾക്ക് കുറച്ചുകൂടി ഇവിടെ നിൽക്കണമെന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് അധികം ഒന്നും കണ്ടില്ല. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ ഒന്നുമല്ല ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് തന്നെ ഹോട്ടലിലേക്ക് പൊക്കോളാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഗൈഡിനോട് വിളിച്ചു പറഞ്ഞു. ഇവിടെ നിന്ന് എന്തായാലും ഗ്രാബൊക്കെ കിട്ടും, ടാക്സി, ഓൺലൈൻ ടാക്സി ഒക്കെ കിട്ടും. സോ നമ്മൾ ഗൈഡിനെ ഇൻഫോം ചെയ്തു. അപ്പോൾ ഗൈഡിന് ഒരു കൺഫർമേഷൻ വേണമായിരുന്നു. അപ്പോൾ അത് നമ്മൾ വാട്സാപ്പിൽ അയച്ചു കൊടുത്തു. അപ്പോൾ അവർ ടാറ്റ പറഞ്ഞ് അവർ പോയി. അപ്പോൾ നമ്മൾ ഇത്രയും യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ, അപ്പോൾ ഇതൊക്കെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു പാൻ കേക്ക് ഓർഡർ ചെയ്തേക്കുവാണ്. അപ്പോൾ അപ്പുറത്ത് ഒരാൾ മറ്റേ ഇൻസ്റ്റൻറ്റ് ഐസ്ക്രീം, റോൾ ഐസ്ക്രീം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ഫ്ലേവർ പറഞ്ഞാലും അവരത് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബഞ്ച എന്ന് പറയുന്ന ഒരു സാൻഡ്വിച്ച് ഉണ്ട്, അത് ട്രൈ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തൊന്നും നോക്കിയിട്ട് കണ്ടില്ല. സോ ഞാൻ നേരെ ബ്രിഡ്ജ് കയറി ഇപ്പുറത്തേക്ക് വന്നു.
അപ്പോൾ അവർ വേറെ 2 പേർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കനാണ് ഞാൻ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രെഡിൽ ഫില്ലിങ്സൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് കുറച്ച് ഹാർഡാണ്. അത് ആക്ച്വലി ഒരു ഫ്രഞ്ച് ബ്രെഡാണ്. Chicken. അപ്പോൾ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജും ഉണ്ട്, ജാപ്പനീസ് ബ്രിഡ്ജ്. ഇപ്പം നമ്മൾ എന്തായാലും ലേറ്റ് ആയതുകൊണ്ട് അത് മിക്കവാറും അടച്ചായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ഫോർ എവ്രി വൺ.